കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് അനുഭാവികളുടെയും കൺകണ്ട ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയും. അത് ശബരിമല അയ്യപ്പൻ അല്ല. കൺകണ്ട ദൈവം സുനിൽ കനഗോലു എന്ന് പറയുന്ന കർണാടക സ്വദേശിയാണ്. എങ്ങനെയാണ് സുനിൽ കനഗോലു കൺകണ്ട ദൈവമാകുന്നത്? അത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം വി.ഡി. സതീശന്റെ പ്രസംഗങ്ങൾ കേട്ടാൽ മതിയാകും. ആ ചോദ്യത്തിനുത്തരം അറിയണമെങ്കിൽ കെ.സി. വേണുഗോപാലിന്റെ PR ഗിമ്മിക്സുകൾ കണ്ടാൽ മതിയാകും. രമേശ് ചെന്നിത്തലയുടെ ചടുലമായ നീക്കങ്ങൾ കണ്ടാൽ മതിയാകും. ഇത് കൃത്യമല്ലേ എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കൃത്യമാണ്. സുനിൽ കനഗോലുവാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ കൺകണ്ട ദൈവം. ഈ സുനിൽ കനഗോലു ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷ സാധാരണക്കാരായ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകും. ഒന്ന് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു നോക്കി. അപ്പോൾ രാജമാണിക്യത്തിലെ മമ്മൂട്ടി വന്നതുപോലെ ആരാണ് എന്നറിയാൻ അന്വേഷിച്ചു. അപ്പോൾ കർണാടകയിലെ ബെള്ളാരിയിൽ ജനിച്ച കനഗോലു ചെന്നൈയിലും USA അമേരിക്കയിലും ഉപരിപഠനമൊക്കെ നടത്തിയ ശേഷം ഇലക്ഷൻ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറുമായി സഹകരിച്ച് 2014 മോദിയെ അധികാരത്തിലേറ്റി. എന്തുകൊണ്ട് ഇവർ മോദിയെ അധികാരത്തിലേറ്റി എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേക കാരണമുണ്ട്. കനഗോലുവൊക്കെ ബേസിക്കലി ഒരു സംഘി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തികളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് വിഭിന്നമായ ചിന്താധാര നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ എഴുതാം. അതെനിക്ക് പുതിയ അറിവായിരിക്കും. ഏതായാലും കനഗോലു BJP ക്യാമ്പിൽ നിന്ന് പിന്നീട് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തി. ഇപ്പോൾ കനഗോലു പഴയ കനഗോലുവല്ല. കനഗോലു AICC അംഗമാണ്. കനഗോലു കോൺഗ്രസിന്റെ ടാസ്ക് ഫോഴ്സ് അംഗമാണ്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെയുള്ള ടാസ്ക് ഫോഴ്സിന്റെ അംഗമാണ് കനഗോലു. ഒപ്പം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമ അയ്യരുടെ ഉപദേഷ്ടാവാണ്. അതും ക്യാബിനറ്റ് റാങ്കോടെയുള്ള ഉപദേഷ്ടാവ്. അപ്പോൾ അറിയാം നിങ്ങൾക്ക് കനഗോലുവിന്റെ രാഷ്ട്രീയ വളർച്ച എത്രമാത്രം ഉണ്ടായി. അതുകൊണ്ട് കനഗോലു കേരളത്തിലെ നേതാക്കൾക്കാണെങ്കിലും കേരളത്തിലെ അണികൾക്കാണെങ്കിലും ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനാണെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഐഡിയാസ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്, സൗജന്യമായിട്ടാണ്. അതാണ് ദൈവങ്ങൾ അങ്ങനെയാണല്ലോ, സൗജന്യമായിട്ടാണ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ കനഗോലുവിന് എന്തും പറയാം. കനഗോലു പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി. എന്താണ് കനഗോലുവിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് കനഗോലു എന്താണ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സാധ്യമാക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. വി.ഡി. സതീശന്റെ പ്രസംഗത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നുണകൾ പറയുക, കണ്ണിൽ കാണുന്ന സത്യത്തെ തമസ്കരിക്കുക. കേരളത്തിലാണെങ്കിൽ എന്താണ്, ഒന്നാമത് വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് എതിർത്തിട്ടില്ല എന്ന് പറയുക, വാതോരാതെ പറയുക. അത് വി.ഡി. സതീശൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം കണ്ടതാണ് വി.ഡി. സതീശൻ അവിടെ പോയിരുന്ന് സമരം ചെയ്യുന്നത്. ഈ പദ്ധതി ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. കണ്ടതാണല്ലോ. ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺഗ്രസുകാർ പൈസ കൊടുക്കരുത് എന്ന് വി.ഡി. സതീശൻ പറഞ്ഞതാണ്. പാർട്ടി തീരുമാനം അതാണെന്ന് പറഞ്ഞതാണ്. രമേശ് ചെന്നിത്തല കാശ് കൊടുത്തതിനെ കെ സുധാകരനും വി.ഡി. സതീശനും ഒക്കെ വിമർശിച്ചതാണ് ആണല്ലോ. പക്ഷേ സതീശൻ അങ്ങനെ പറയുന്നുണ്ടോ? ഇപ്പോൾ ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, തമസ്കരിക്കുക, സത്യങ്ങളെ നിരാകരിക്കുക, സത്യത്തെ നിരാകരിക്കുക. ഇത് വി.ഡി. സതീശൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. കനഗോലു അങ്ങനെയാണ് വി.ഡി. സതീശന്റെ ദൈവമാകുന്നത്. ഇനി കനഗോലു ഇടപെടുന്ന മറ്റൊരു മേഖല സർവേകളാണ്. സർവേകൾ എന്ന് പറയുമ്പോൾ എന്താണ്, സാമ്പിൾ സർവേ, റാൻഡം സർവേ, അങ്ങനെയൊക്കെ പലതരം സർവേ ഉണ്ടെങ്കിലും കനഗോലുവിന്റെ സർവേ നമ്മളാരും അറിയുന്നത് പോലെയല്ല. നമ്മുടെ വീടുകളിൽ കനഗോലുവിന്റെ പ്രതിനിധികളാരും വന്ന് ഒന്നും തിരക്കാറില്ല. നമ്മുടെ ജംഗ്ഷനുകളിലോ കവലകളിലോ ചായക്കടകളിലോ ബാർബർ ഷോപ്പുകളിലോ ഇവരാരും പോയി ഒന്നും തിരക്കാറില്ല. ഇവരല്ലാതെ AC മുറികളിൽ ഇരുന്ന് കറങ്ങുന്ന കസേരയിലൊക്കെ ഇരുന്നിട്ട് ഇവരിങ്ങനെ ഓരോന്ന് ചിന്തിക്കും. പത്രമാസികകളും TV ചാനലുകളും ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഇവർ തീരുമാനിക്കും ഇതാണ് സംഭവം. എന്നിട്ട് അക്കാര്യം നേരെ ദീപാദാസ് മുൻഷിയോട് ബോധിപ്പിക്കും. ദീപാദാസ് മുൻഷിയാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവരിത് കോർഡിനേറ്റ് ചെയ്യും. ഡിക്കോഡ് ചെയ്ത ആളുകൾക്കൊക്കെ കൊടുക്കും. നിങ്ങൾ എങ്ങനെ ചെയ്യും, അവിടെ ഇങ്ങനെയാണ്. ആ സർവേയുടെ ഫലമായി സമുദായ നേതാക്കളെ കൈകാര്യം ചെയ്യുന്നതിൽ വി.ഡി. സതീശൻ പരാജയമാണെന്ന് കനഗോലു തിരിച്ചറിയുന്നു. ഉടനെ വി.ഡി. സതീശനെ സമുദായങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ പ്ലക്കാർഡ് പിടിച്ച് പദയാത്രയ്ക്ക് പോകൂ, പുതുയുഗ യാത്ര നടത്തൂ, ബാക്കി പ്രചാരണവും അതുപോലെ തന്നെ പ്രകടന പത്രിക തയ്യാറാക്കലും ഒക്കെ മറ്റാളുകൾ ചെയ്യട്ടെ, അവര് രമേശ് ചെന്നിത്തല ചെയ്യട്ടെ. രമേശ് ചെന്നിത്തലയ്ക്ക് സമുദായ സംഘടനകളുമായി സൗഹാർദ്ദമുണ്ട്, അത് വിനിയോഗിക്കും. ഇങ്ങനെയുള്ള തന്ത്രം പറഞ്ഞു കൊടുക്കുക. തന്ത്രമല്ലേ? കനഗോലു പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രചാരണ സമിതി അധ്യക്ഷനായി ചെയർമാനായി രമേശ് ചെന്നിത്തലയെയും കൺവീനറായി
വി ഡി സതീശനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഷാഫി പറമ്പിലിനെയും കൊണ്ടുവയ്ക്കുമ്പോൾ വി ഡി സതീശൻ അടങ്ങിയിരിക്കുമോ? ഒരിക്കലും അടങ്ങിയിരിക്കില്ല, ഒച്ചപ്പാടുണ്ടാക്കും. പക്ഷെ ഇപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കില്ല. കാരണം എന്താണ്? ഈ നിർദ്ദേശം കനകോലു ദൈവത്തിൻ്റെതാണ്. കക്കാനും കള്ളം പറയാനും പഠിപ്പിക്കുന്ന കനകോലു തമ്പുരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. അതുപോലെ തന്നെ തരം പോലെ നിറവും സ്വഭാവവും മാറ്റുക, ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുക. ഇതാണ് മറ്റൊരു പാഠം. മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ അറ്റൻഷൻ എപ്പോഴും പിടിച്ചു പറ്റിക്കൊണ്ടേയിരിക്കുക. അതിന് വി ഡി സതീശൻ നുണ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. KC വേണുഗോപാൽ ഈ PR വർക്കിന്റെ ഭാഗമായി പാവം ചെന്ന് കഞ്ഞിക്കലത്തിലും കപ്പക്കലത്തിലും ഒക്കെ കൈയിട്ട് നോക്കുന്ന അവസ്ഥയുണ്ടായി. ഗിഗ് തൊഴിലാളിയുടെ സ്കൂട്ടറിൽ കയറിയിരുന്ന് പോയി അതൊക്കെ വീഡിയോ എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം കൃത്യമായി മാധ്യമങ്ങളിലൂടെ വരികയും ചെയ്യും. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഈ നേതാക്കളുടെ ചിത്രം എപ്പോഴും ഉണ്ട്. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊരു ചിന്തയില്ല. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നുണകൾ ആവർത്തിക്കുക, ഇതുപോലെ തരം കിട്ടുമ്പോഴൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക, അതുപോലെ തന്നെ സമുദായങ്ങളുമായി സൗഹാർദ്ദത്തിലാകുക. ഓരോ സമുദായത്തിനും ഇഷ്ടപ്പെടുന്നത് എന്താണ് ആ രീതിയിൽ സംസാരിക്കുക. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പാഠം. ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കുക. ഈ ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിച്ചു കഴിയുമ്പോൾ ആ സമുദായത്തിലെ ആളുകൾ നിങ്ങളുടെ കൂടെ വരും. ഇതൊക്കെയാണ് കനകോലു പഠിപ്പിച്ചു കൊടുക്കുന്ന തന്ത്രം. അതിനിടയിൽ മുങ്ങിപ്പോകുന്നത് എന്താണ്? ജനങ്ങളുടെ വൈകാരികമായ ഇടപെടലുകൾ, ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ, ജനങ്ങളും സംസ്ഥാനവും ആർജിച്ച വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തമസ്കരിക്കപ്പെടുന്നു. ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നതേയില്ല. ഇവർ പുതിയൊരു ലോകം സൃഷ്ടിക്കും, പുതുയുഗം സൃഷ്ടിക്കുമെന്ന് പറയുന്നതല്ലാതെ അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? സതീശന് നുണയൻ പുരസ്കാരം നൽകി. എന്റെ നുണകൾ എന്ന് പറഞ്ഞൊരു സതീശന്റെ നുണകൾ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി. ഇപ്പോൾ വേറൊരു വെബ് പോർട്ടലും തുടങ്ങിയിട്ടുണ്ട്, വെബ്സൈറ്റും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തിലേക്ക് പോകണമോ, നിങ്ങൾ അത് കണ്ടു നോക്കുമെന്ന്. ഒരു വികസനവുമില്ല, ഒരു മേഖലയിലും വികസനമില്ല. ദേശീയപാത വികസനത്തിന് പോലും പിന്നാക്കം തിരിഞ്ഞു നിന്ന ആളുകളാണ് UDF. ഇങ്ങനെയുള്ള പരമാർത്ഥങ്ങളെയും പരമസത്യങ്ങളെയും തമസ്കരിച്ചുകൊണ്ട് മറ്റൊരു ഒരു ഇലൂഷനിലൂടെ, അല്ലെങ്കിൽ VR എന്നൊക്കെ പറയും, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റ് റിയാലിറ്റി എന്നൊക്കെ നമ്മൾ ന്യൂസ് സ്റ്റുഡിയോകളെ പറയാറില്ലേ, അതുപോലെ ഇല്ലാത്ത കാര്യങ്ങളിലെ സങ്കല്പത്തിൽ സൃഷ്ടിച്ച് ഇതാണ് ശരിയെന്ന് നമ്മളെ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുക. ഈ നുണയുടെ കോട്ടയാണ് കനകോലു സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. നുണകളുടെ രാജാക്കന്മാരെ, നുണകളുടെ തമ്പുരാക്കന്മാരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് മാധ്യമങ്ങൾ ഒരു പരിധിവരെ കുഴലൂതുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കനകോലുവാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ദൈവം, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ദൈവം. ആ ദൈവം പറയുന്നത് എന്താണ് അത് അച്ചട്ട് അനുസരിക്കുക, അതുപോലെ പ്രവർത്തിക്കുക എന്നതല്ലാതെ മറ്റൊരു നയവും ഇവർക്ക് ഇല്ല എന്നതാണ് പരമാർത്ഥം. അവരങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്.